അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാർ, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹാളിലാണ് മലയാളിയുടെ പുതിയ പൊതുബോധത്തെ പ്രശ്നവൽക്കരിക്കുന്ന ഈ ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നത്. മാതൃഭൂമി ദിനപത്രത്തിന് കണ്ണൂർ എഡിഷനിൽ കഴിഞ്ഞ ദിവസം മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഫീച്ചറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 3 അമ്മമാരിൽ പിറന്ന 4 സഹോദരങ്ങൾ. ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത പിതൃബന്ധത്തിൻ്റെ ഓർമ്മകളുമായി മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മക്കൾ. കവിയുടെ കാൽപ്പാടുകൾ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ വായിച്ചവർക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലുടനീളം അലഞ്ഞു തിരിയുകയും അരാജകമായ ജീവിതം നയിക്കുകയും പലയിടങ്ങളിൽ പല രീതിയിലുള്ള വൈവാഹിക ബന്ധങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തൊരു മനുഷ്യനാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന് 3 പേരിലുണ്ടായ മക്കൾ, 3 പത്നിമാരിലുണ്ടായ മക്കളുടെ ഒരുമിച്ച് ചേരലിനെയാണ് പത്രം ഫീച്ചറാക്കുന്നത്. അതിനെ അവതരിപ്പിച്ച രീതി ഇവിടെ നമ്മൾ കണ്ടതുപോലെ അതുല്യമായ, നമുക്ക് പരിചയമില്ലാത്ത, ആഘോഷിക്കപ്പെടേണ്ട ഒരു പിതൃബന്ധത്തിൻ്റെ ഓർമ്മകളായിട്ടാണ്. ഇതേ കാര്യം കുഞ്ഞിരാമൻ നായരുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ റിപ്പോർട്ടോ ഫീച്ചറോ എങ്ങനെയായിരിക്കും മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെടുക എന്ന് ഇവിടെ ആർക്കും വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങളുടെ ലൈംഗികമായ അമിതാസക്തിയുടെ, അതിൻ്റെ പ്രകടനമെന്ന നിലക്ക് അവതരിപ്പിക്കപ്പെടുന്ന ബഹുഭാരിത്വത്തിൻ്റെ എല്ലാം അതിഭീകരമായ കഥകളെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥയിലുള്ള ഒരു മുതലാളിയുടെ മുഖം കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും പതിച്ചു നൽകുന്ന തരത്തിൽ വരേണ്ടിയിരുന്നൊരു ഫീച്ചർ എത്ര സുന്ദരമായിട്ടാണ് വഴിമാറുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഒരു അറബി പേരിൽ നിന്നൊരു മലയാളി പേരിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഒരു തലക്കൽ ഒരു നായർ ഉണ്ടാകുമ്പോൾ നമ്മുടെ പത്രങ്ങളുടെ ഭാഷയും അവതരണ ശൈലിയുമെല്ലാം അടിമുടി മാറിപ്പോകുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. മീഡിയ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് അതിശക്തമായ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. കേരളത്തിൽ മുസ്ലിംകൾക്കെതിരിൽ ഉള്ള ഒരു പൊതുബോധം നിർമ്മിക്കുവാൻ വേണ്ടി പരസ്യമായി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി ദിനപത്രത്തിനും അതിൻ്റെ ആഴ്ചപ്പതിപ്പിനും ഈ രീതിയിലുള്ള പാരമ്പര്യവും വർത്തമാനവും എല്ലാം ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക സേവന സംരംഭം പ്രഖ്യാപിച്ചാൽ മുസ്ലിം സമുദായത്തിലെ ബിസിനസ് മാഗ്നറ്റുകളെ മുഴുവൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് മുഴുവൻ തങ്ങൾക്ക് സംഭാവനകൾ പ്രഖ്യാപിക്കുവാൻ, ചെക്കുകൾ കൈമാറിക്കുവാൻ കഴിയും എന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ആളുകൾ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ അവരുടെ അഹങ്കാരം കുടികൊള്ളുന്നത്. നമ്മൾ യൂറോപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രശസ്തനായ ബ്രിട്ടീഷുകാരിൽ ഒരാളാണ് ഇസംബാർഡ് കിങ്ഡം ബ്രൂണൽ എന്ന് പറയുന്ന മനുഷ്യൻ. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ലോകപ്രശസ്തനായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിധം ഒരുപാട് പാലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം നിർമ്മിക്കുകയും ലോകപ്രശസ്തമായ കപ്പലുകൾ രൂപകൽപ്പന ചെയ്യുകയുമെല്ലാം ചെയ്ത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ മുന്നിൽ നടക്കാൻ ഇംഗ്ലണ്ടിനെ പ്രാപ്തനാക്കിയ അതിപ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ. ആ എഞ്ചിനീയറുടെ സംഭാവനകളായി അറിയപ്പെടുന്ന ഒരുപാട് നിർമ്മിതികളുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം അധികം ഇസംബാർഡ്
കിങ്ഡം ബ്രൂണൽ എന്ന് പറയുന്ന എഞ്ചിനീയർ ഇന്നും ലോകത്ത് ഓർമ്മിക്കപ്പെടുന്നത് ഒരു ചിത്രത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം നിർമ്മിച്ച വളരെ പ്രശസ്തമായ അന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ കപ്പൽ, ആ കപ്പൽ കടലിലേക്ക് ഇറക്കാൻ വേണ്ടി കെട്ടിവെക്കപ്പെട്ട ചങ്ങലകൾക്ക് മുന്നിൽ അദ്ദേഹം കയ്യിലൊരു സിഗരറ്റുമായി, ഒരു കോട്ടണിഞ്ഞ്, തലയിലൊരു തൊപ്പി അണിഞ്ഞ് അദ്ദേഹം കപ്പലിന് വേണ്ടി പണിയെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പാൻസിൽ കുറേ ചളി എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളൊരു ചിത്രം. ആ ചിത്രം ഇന്നും നമ്മൾ ഫോട്ടോഗ്രാഫിയുടെ മ്യൂസിയങ്ങളിൽ പോയാൽ ഇംഗ്ലീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. ഈ ചിത്രത്തിനൊരു കഥയുണ്ട്. ഇസംബാർഡ് ബ്രൂണലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട്, തിരക്കുകൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ദിവസങ്ങളോളം എടുത്തുകൊണ്ടാണ് ആ ചിത്രം തയ്യാറാക്കിയതെന്നാണ്. ഫോട്ടോഗ്രാഫ് ഇന്നത്തെ പോലെ നമ്മൾക്ക് ഒരു മൊബൈൽ ക്യാമറയിൽ ഒരാളെ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന കാലമല്ല. സ്റ്റുഡിയോയിലാണ് ഫോട്ടോഗ്രാഫി നടക്കുക. സ്റ്റുഡിയോക്ക് പുറത്ത് ഫോട്ടോഗ്രാഫി നടക്കണമെങ്കിൽ ഒരു റൂമിനകത്ത് മാത്രം കൊള്ളാവുന്ന അത്രയും വസ്തുക്കൾ, ഒരുപാട് രാസപദാർത്ഥങ്ങൾ, ഒരുപാട് മെഷീനറി എല്ലാം ഫോട്ടോഗ്രാഫർ താങ്ങിക്കൊണ്ടുവരണം ലൊക്കേഷനിലേക്ക്. ഇദ്ദേഹം നിർമ്മിച്ച കപ്പലിന് മുന്നിൽ വെച്ച് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ സന്നാഹങ്ങളുമായി അന്നത്തെ പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫർമാർ വരികയും ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ഷോട്ടുകൾ എടുക്കുകയും ആ ഷോട്ടുകളൊന്നും തൃപ്തിയാകാഞ്ഞിട്ട് അവരെ കൊണ്ട് പിന്നെയും പണി ചെയ്യിക്കുകയും ഒടുവിൽ അന്നത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും അദ്ദേഹത്തിനും തൃപ്തിയായ ഒരു ചിത്രത്തിൽ എത്തുന്നത് വരെ മുഴുവൻ തിരക്കുകളും മാറ്റിവെച്ച് ആ ചിത്രത്തിനു വേണ്ടി അദ്ദേഹം അധ്വാനിക്കുകയും ചെയ്തു എന്നതാണ് കഥ. എന്തുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ചു എന്ന് ചോദിച്ചാൽ, പൊതുബോധത്തിൽ അദ്ദേഹം ആരായിരിക്കും എന്ന് അടയാളപ്പെടുക ആ ചിത്രത്തിൻ്റെ പേരിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നതാണ് ഉത്തരം. ഇന്ന് ഇസംബാർഡ് ബ്രൂണൽ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ്റെ മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം നിർമ്മിച്ച പാലങ്ങളോ റെയിൽപാതകളോ റെയിൽവേ സ്റ്റേഷനുകളോ തീവണ്ടി ബോഗികളോ കപ്പലുകളോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. പൊതുബോധത്തിന് മുന്നിൽ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു, നമ്മുടെ ഒരു ചിത്രം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിന് കാലങ്ങൾ കഴിഞ്ഞും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന വസ്തുത മനസ്സിലാക്കി തരാൻ വേണ്ടി ഇന്ന് പലരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥയാണിത്. ഒരാളുടെ ഒരു പ്രതിച്ഛായ നിർമ്മിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം പൊതുബോധത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഗീബൽസിനെ കുറിച്ച്. ഗീബൽസ് ഹിറ്റ്ലർ അദ്ദേഹത്തെ മന്ത്രിയാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്കിട്ട പേര് മിനിസ്ട്രി ഓഫ് പ്രോപ്പഗണ്ട ആൻഡ് പബ്ലിക് എൻലൈറ്റൻമെൻറ്റ് എന്നാണ്. പബ്ലിക് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതു സമൂഹത്തെ പ്രബുദ്ധരാക്കാൻ വേണ്ടി, പൊതുബോധത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മന്ത്രാലയം. അങ്ങനെ നേരെ പേരിട്ടുകൊണ്ട് പ്രവർത്തിച്ച മന്ത്രാലയത്തിൻ്റെ പണി വളരെ കൃത്യമായി ജൂതന്മാർക്കെതിരെ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളെല്ലാം ന്യായമാണ് എന്ന് വരുത്തി തീർക്കലായിരുന്നു. അത് വളരെ എളുപ്പമായിരുന്നു. ഇപ്പം നേരത്തെ ഷൈലോക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഒരു ജൂതൻ എന്ന് കേൾക്കുമ്പോൾ അയാളോട് വെറുപ്പും വിദ്വേഷവും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായി പൊട്ടിമുളക്കുന്ന രീതിയിൽ ജൂതന്മാരെ ചിത്രീകരിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ മന്ത്രാലയത്തിൻ്റെ ദൗത്യം. പിന്നെ ജൂതൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതിഭീകരമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ക്രൂരമായ വംശഹത്യകൾക്ക് ജൂതന്മാർ വിധേയമായപ്പോൾ പോലും ജർമ്മനി ഞെട്ടാതിരുന്നത് ജൂതനെക്കുറിച്ചുള്ളൊരു ചിത്രം വരച്ചു വെച്ചതുകൊണ്ടാണ്. ആ ചിത്രരചനയാണ് യഥാർത്ഥത്തിൽ ഗീബൽസിൻ്റെ പ്രചരണ മന്ത്രാലയങ്ങൾ നിർവഹിച്ച ദൗത്യം. അതേ ചിത്രരചനയാണ് സാമ്രാജ്യത്വം മുസ്ലിമിനെ കുറിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ലോകത്തെല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സിമി എന്നൊരു പേര് പറഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാനുള്ള ന്യായമായി പ്ലേറ്റും സ്പൂണും മതി എന്ന് എന്തുകൊണ്ട് നമ്മുടെ ഈ തിരക്കഥാ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയാണ്. കാരണം അവരാദ്യമേ നിർമ്മിച്ചു വെച്ചൊരു പരിസരമുണ്ട്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ വളരെ അന്ധമായി ഇസ്ലാം എന്നും മുസ്ലിം എന്നുമുള്ള പദങ്ങൾ നമ്മുടെ പൊതുബോധത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ വളരെ വികൃതമായതുകൊണ്ട് തന്നെ കരുത്തുറ്റൊരു തിരക്കഥയുടെ പിൻബലം പോലും ഇല്ലാതെ അവരെ എളുപ്പത്തിൽ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നു. ആ വെടിവെച്ച് കൊല്ലലിനെ ആഘോഷിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ
നമ്മുടെ പൊതുമനസ്സ്, ഇവിടെ പലതവണ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാഷിസ്റ്റുകളുടെ മനസ്സല്ല, നമ്മുടെ മതേതര പൊതുമനസ്സ് പോലും പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇപ്പോൾ ഭീകരവാദത്തിനെതിരെ ഉള്ള യുദ്ധമുണ്ടായ സമയത്ത്, അന്താരാഷ്ട്ര തലത്തിൽ സാമ്രാജ്യത്വം ഭീകരവാദത്തിനെതിരെ എന്ന് പറഞ്ഞ് മുസ്ലിം ലോകത്തേക്ക് അധിനിവേശങ്ങൾ നടത്താൻ തുടങ്ങിയ സമയത്ത് അവരുപയോഗിച്ച പദപ്രയോഗങ്ങൾ നമ്മൾക്കറിയാം. അവർ പറഞ്ഞത് സിവിലൈസേഷനെതിരെ, നാഗരികതയ്ക്കെതിരെ, സംസ്കാരത്തിനെതിരെ അപരിഷ്കൃതരായ ഒരു ജനസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ പരിഹരിക്കുവാനുള്ള യുദ്ധമെന്നാണ്. അത് ജോർജ് ബുഷ് അടക്കമുള്ള ആളുകൾ അന്നുപയോഗിച്ച വാക്കുകൾ പരിശോധിക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം ലോകത്ത് സാമ്രാജ്യത്വം തന്നെ നടുകയും വളർത്തുകയും ചെയ്ത, മുസ്ലിം ലോകത്തിൻ്റെ പാർശ്വങ്ങളിൽ വളർന്നു വന്ന പിൽക്കാലത്തുണ്ടായ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു അപഭ്രംശം, ആ അപഭ്രംശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് മുസ്ലിങ്ങളുടെ സംസ്കാരത്തിൻ്റെ, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, മുസ്ലിങ്ങളുടെ ജീവിത രീതിയുടെ സ്വാഭാവികമായ ഉപോൽപ്പന്നമാണ് ഭീകരവാദം എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലായിരുന്നു പദപ്രയോഗങ്ങളെല്ലാം തന്നെ. ആ പദപ്രയോഗങ്ങളുടെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഗറില്ല പ്രസ്ഥാനങ്ങൾ ലോകത്തെ എല്ലാ ജനസമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഗറില്ല പ്രസ്ഥാനങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് അത് മുസ്ലിങ്ങളുടെ ആദർശത്തിൻ്റെയും അവരുടെ സംസ്കാരത്തിൻ്റെയും സ്വാഭാവികമായ പ്രതിഫലനങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും മുസ്ലിങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ സ്വാഭാവികമായി ഭീകരവാദികളാകും എന്ന് പറയുകയും ചെയ്യുന്ന വളരെ സമർത്ഥമായൊരു പ്രോപ്പഗണ്ട. ആ പ്രോപ്പഗണ്ടയുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന ഭാഷ പോലും നമ്മൾ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, മുസ്ലിങ്ങൾ ടെക്സ്റ്റിലേക്ക് മടങ്ങണം എന്ന് പറയുമ്പോഴാണ് എല്ലാ കുഴപ്പമെന്നാണ്. മുസ്ലിങ്ങൾ അവരുടെ ടെക്സ്റ്റിലേക്ക്, അവരുടെ സ്ക്രിപ്റ്റേഴ്സിലേക്ക്, ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം എന്ന് പറയുമ്പോഴാണ് എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, അവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സ്ഫോടക വസ്തുവിൻ്റെ രൂപം പ്രാപിക്കുന്നു. എന്തുകൊണ്ട് അബൂബക്കർ ബഗ്ദാദി ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അയാൾ ടെക്സ്റ്റിലേക്ക് മടങ്ങിയെന്നാണ്. എന്തുകൊണ്ട് ഉസാമ ബിൻ ലാദൻ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അയാൾ ടെക്സ്റ്റിലേക്ക് മടങ്ങിയെന്നുള്ളതാണ്. എന്തുകൊണ്ട് മുസ്ലിം ലോകത്താകമാനം ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അയാൾ ടെക്സ്റ്റിലേക്ക് മടങ്ങിയെന്നുള്ളതാണ്. ഇത് ഈ പദപ്രയോഗത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ മുസ്ലിം സമൂഹത്തിനുള്ളിലുള്ള ആളുകൾ പോലും ആ പ്രചരണത്തെ ഏറ്റെടുക്കുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സൂഫി സലഫി എന്നെല്ലാം പറഞ്ഞല്ലോ, അവിടെ സൂഫി സലഫി എന്നെല്ലാമുള്ള പുതിയ വിഭജനങ്ങൾ ഉണ്ടാക്കി ഇവർ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൊതുബോധം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സംഘടനാപരമായ വിഭാഗീയതകൾക്കപ്പുറത്ത് എല്ലാ മുസ്ലിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അവിടെ സലഫി ആകുന്നതാണ് അപകടം. കാരണം ടെക്സ്റ്റിലേക്ക് മടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുക വഴി ഇവർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ വളരെ അപകടമാണെന്നാണ്. മുസ്ലിങ്ങൾ അവർക്ക് തോന്നിയ പോലെ ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് ടെക്സ്റ്റിലേക്ക് ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഖുർആനിലേക്ക് ഇങ്ങനെ മടങ്ങുന്നത്? എന്തിനാണ് ഹദീസുകളിലേക്ക് ഇങ്ങനെ മടങ്ങുന്നത്? അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്, അതിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ ഭീകരവാദത്തെയും ടെക്സ്റ്റിനെയും ചേർത്ത് കെട്ടാനുള്ള പരിശ്രമങ്ങളിൽ നിന്നാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ എല്ലാം മർമ്മം യഥാർത്ഥത്തിൽ അതാണ്. ആളുകൾ ഉസാമ ബിൻ ലാദനെ വെറുത്താ പോരാ, ആളുകൾ അബൂബക്കർ ബഗ്ദാദിയെ വെറുത്താ പോരാ, ആളുകൾ ഭീകര പ്രസ്ഥാനത്തെ വെറുത്താ പോരാ. കാരണം ഭീകരത എന്ന് പറയുന്ന പ്രതിഭാസത്തിന് സാമ്രാജ്യത്വം ഉണ്ടാക്കിയിരിക്കുന്നത് ഭീകരതയെ ആളുകൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ല, ഭീകരതയെ ചൂണ്ടിക്കാണിച്ച് ആ ഭീകരതയുടെ പ്രചോദനം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ആ പ്രമാണങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും ആ പ്രമാണങ്ങൾ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവരെല്ലാം ഭീകരവാദികളാണ് എന്ന ഒരു പൊതുബോധത്തെ നിർമ്മിക്കുക എന്നതാണ് ഇവിടെ സാമ്രാജ്യത്വത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ സാക്കിർ നായിക്കിൻ്റെയും അബൂബക്കർ ബഗ്ദാദിയുടെയും മുഖങ്ങൾ പരസ്പരം വെച്ച് മാറാൻ കഴിയുന്ന ഒരു പരിസരം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എം അക്ബർ, പിന്നെ ഇപ്പോൾ അടുത്തൊരു ഓൺലൈൻ പത്രത്തിൽ വന്ന ലേഖനത്തിൻ്റെ ഹെഡിങ് അക്ബറും ശശികലയും പിന്നെ ആളക്കൊല്ലി മതങ്ങളും എന്നാണ്. ശശികല ടീച്ചർ ആരാണെന്ന് നമുക്കറിയാം. അവർ എന്താണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവരുടെ പ്രസംഗത്തിൽ അവർ തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷത്തിൻ്റെ കടുപ്പം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ ആ ഓൺലൈൻ പത്രം ഒരു വർഗീയ പത്രമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഓൺലൈൻ പത്രത്തിൽ എഴുതിയ ആൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ നമ്മൾ പറയുന്ന ഹിന്ദു വർഗീയതയുടെ പക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളേ അല്ല. അദ്ദേഹം അതിൽ മുഴുവൻ വാദിച്ചു കൊണ്ടുവരുന്നത് മതേതരത്വത്തിനു വേണ്ടിയാണ്. മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എഴുതുന്നു, അക്ബറിനെയും ശശികലയെയും നമ്മൾ ഒറ്റപ്പെടുത്തണം. സെക്കുലറായി ഫേസ്ബുക്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ ഈയിടെ പരിചയപ്പെടാനായപ്പോൾ അദ്ദേഹം സംസാരം തന്നെ തുടങ്ങിയത് പിന്നെ അക്ബറും പ്രവീൺ തൊഗാഡിയും എല്ലാം സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്.
നമ്മുടെ പതേതര പൊതുബോധം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ ഇൻഡെക്സ് ആണിത്. സാമ്രാജ്യത്വം വളരെ സമർത്ഥമായി ഭീകരവാദം എന്ന പ്രതിഭാസത്തെ മുസ്ലിങ്ങളുടെ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്വാഭാവികമായ പ്രതിഫലനങ്ങളായി അവതരിപ്പിച്ചത് ഇതിനു വേണ്ടി തന്നെയാണ്. അവിടെ ഒരു മുസ്ലിം താടി വളർത്തുന്നത് കാണുമ്പോൾ ആ താടി വളർത്തുന്നത് കൊണ്ട് അയാൾ ഭീകരവാദിയാണ്, ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ ഭീകരവാദിയായി തീരാനുള്ളവനാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന ചർച്ച നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ആ ചർച്ചയിൽ സംസാരിക്കുന്നത് ഒരു മുൻ സിമിക്കാരനാണ്. നമ്മൾ അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം സിമി എന്ന പേര് ഒരു 8 മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലാനുള്ള ന്യായീകരണം പോലുമായി നിലനിൽക്കുന്ന ഒരു പൊതുബോധം. ആ പൊതുബോധമുള്ള സമയത്ത് കേരളത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹം സംസാരിക്കുന്നത് താടി വളർത്താൻ മാത്രം മതബോധമുള്ള ആളുകൾ പോലീസിൽ വരേണ്ട ആവശ്യമില്ല എന്നാണ്. അവിടെ അദ്ദേഹം അത് സംസാരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സെക്യുലറിസം തെളിയിക്കാനാണ്. അപ്പോൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മതേതരനാണ് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇ എ ജബ്ബാറിനെ പോലുള്ള ഒരാൾക്ക് പോലും ഒരു ഭീകരഛായ കൈവന്നേക്കാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കേരളം പതുക്കെ പതുക്കെ പരാവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇസ്ലാമിന് എത്ര തെറി പറഞ്ഞാലും ആ പേരെങ്കിലും അവിടെ ബാക്കിയുണ്ടല്ലോ, അയാളുടെ മുസ്ലിം മാതാപിതാക്കളെങ്കിലും അവിടെ ബാക്കിയുണ്ടല്ലോ, അയാൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയൊരു മദ്രസ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു IS-ന്റെ ഒരു ചെറിയ വിത്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആ രീതിയിൽ ഇസ്ലാമോഫോബിക് ആയി പോകുന്ന ഒരു കോമൺ സെൻസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അപകടം നമ്മൾക്ക് എല്ലാവർക്കുമാണ്. അവിടെയാണ് ഇപ്പോൾ പീസ് സ്കൂളിലെ പാഠപുസ്തകം, ആ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ മുഴുവൻ നമ്മുടെ ഒരു സെക്യുലർ കോമൺ സെൻസ് പ്രതികരിച്ചത് എങ്ങനെയാണ്? വളരെ ഭീകരമായ എന്തോ ഒരു സംഭവം. അത് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല ആ പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നത്, മറിച്ച് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ ആൾ സ്വയം മതപരിവർത്തനം നടത്തുകയും മതപരിവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആ മതപരിവർത്തനങ്ങളെ ഒരു രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ആണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അംബേദ്കറിന്റെ ചിത്രം നമ്മൾ ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നു. ആരെങ്കിലും മതം മാറി എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടി വിറക്കുന്നു, നമ്മുടെ ബോധം പോകുന്നു. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, എന്നിട്ട് ഈ മതം മാറ്റം എന്ന് കേൾക്കുമ്പോൾ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പനി പിടിക്കുന്നു, വർഗീയവാദികൾക്ക് പനി പിടിക്കുന്നത് പോകട്ടെ. മതം മാറ്റം എന്ന് കേൾക്കുമ്പോൾ, മതപരിവർത്തനം എന്ന് കേൾക്കുമ്പോൾ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം? ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം? ആ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യമോ ദൗത്യമോ ഒന്നും അതല്ല, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ ഒരു അബോധത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നത് എവിടെയാണ്? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അന്വേഷിച്ചുകൂടെ, ദൗത്യം അന്വേഷിച്ചുകൂടെ? ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇസ്ലാമാണ് സത്യമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്കത് സ്വീകരിച്ചുകൂടെ? അയാൾക്ക് അത് സ്വീകരിച്ച് അയാൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ എന്താണ് കുഴപ്പം? അവിടെ മലയാളിയുടെ ഒരു മനസ്സ്, ഒരു തലച്ചോർ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്കുള്ള സ്വാഭാവികമായ മതപരിവർത്തനം പോലും ഒരു കുറ്റകൃത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിധാനത്തിലേക്ക് പോകുന്നു. പീസ് സ്കൂളിൽ മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകര പ്രവർത്തനമാണ്. അൽഫിത്ര പ്രീ സ്കൂളുകളിൽ ചെറിയ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകര പ്രവർത്തനമാണ്. ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്ന അബോധം അതാണ്. കാരണം പഠിപ്പിക്കുന്നത് മതമാണ്, മതത്തിൻ്റെ ടെക്സ്റ്റുകളിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത് എന്ന് ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത് പഠിപ്പിച്ചാൽ ആളുകൾ ഭീകരവാദികളാകുമെന്ന് പറയുന്നത്. അൽഫിത്രയിൽ ചെറിയ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക എന്നെല്ലാം പറയുന്ന ആ വാക്കുകളുടെ കടുപ്പം കേട്ടാൽ ചെറിയ കുട്ടികളെ കയ്യിൽ ബോംബ് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഇവർ പറയുന്നത്. അത് കേൾക്കുന്നവർ അതേപോലെ ഞെട്ടണത്. ചെറിയ കുട്ടികൾക്ക് ആയുധ പരിശീലനം നടത്തുന്നു എന്നല്ല ആരോപണം. ചെറിയ കുട്ടികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആയോധന വിദ്യകൾ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതല്ല ആരോപണം. ചെറിയ കുട്ടികളെ ബോംബ് സ്ഫോടനം നടത്താൻ പരിശീലിപ്പിക്കുന്നു എന്നല്ല ആരോപണം. ഖുർആൻ പഠിപ്പിക്കുന്നു എന്നാണ്. ആ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിന് പരിശീലനം നൽകുന്നു എന്ന് കേൾക്കുന്നത് പോലെ നമ്മുടെ പൊതുബോധം ഞെട്ടുന്നുണ്ടെങ്കിൽ അതിന് അതെ എന്ന് വിചാരിക്കുന്ന തരത്തിൽ നമ്മൾ പുതിയ സിനോണിംസ് ഉണ്ടാവുകയാണ്. അവിടെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ ഇതുമായി സമീകരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ്. ആരിഫൊക്കെ പറഞ്ഞത് അതിൽ തന്നെ പിന്നെ വലിയൊരു ആരോപണമായിട്ട് വന്നതാണ്
PS സ്കൂളിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായി പിന്നെ പറക്കാനുള്ള ശ്രമത്തിൽ വിജയിച്ചത് പിന്നെ റൈറ്റ് സഹോദരന്മാരല്ല എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ സെക്കുലർ ബോധം അത് ഇങ്ങനെ ആഘോഷിച്ച് ആരവം പോലെ കൊണ്ടാടി അവർ പിന്നെ ഓൺലൈൻ പത്രങ്ങളിലെല്ലാം ഭയങ്കര വാർത്തകളും ഫീച്ചറുകളും. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവരെ മനസ്സിൽ ആരാണ്? ഇതിൻ്റെ മുൻപേ റൈറ്റ് സഹോദരന്മാർ പറക്കുന്നതിൻ്റെ മുമ്പേ പിന്നെ മുസ്ലിങ്ങൾ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിനെ സെക്കുലർ ബാലൻസിങ് ഉണ്ടല്ലോ, ആ ബാലൻസിങ്ങിൽ അതിനോട് കമ്പയർ ചെയ്തത് പുഷ്പക വിമാനത്തിനെയാണ്. പുരാണങ്ങളിൽ പുഷ്പക വിമാനങ്ങളുണ്ട്. ആ പുഷ്പക വിമാനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഒരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അതിൻ്റെ മുസ്ലിം പതിപ്പ് എന്നുള്ള നിലക്കാണ് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇവിടെ മുസ്ലിങ്ങൾ പറന്നു എന്ന് പറയുന്നത് ഒരു പുരാണത്തിലും അല്ല, അത് മിത്തോളജി അല്ല, അത് നമ്മുടെ മധ്യകാല ചരിത്രത്തിൽ ചരിത്രരേഖകളുടെ വെളിച്ചത്തിൽ സംഭവിച്ച മനുഷ്യരുടെ ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ ഫലമായി നടന്നൊരു കാര്യമാണ്. ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ പൊതുബോധത്തിന് കഴിയുന്നേയില്ല. അവിടെ ഫാഷിസ്റ്റുകൾക്ക് മാത്രമല്ല ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഫാഷിസ്റ്റുകളെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ അടക്കം ഇത് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയും അത് പഠിപ്പിക്കുക വഴി എന്തോ മഹാ അപരാധമാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് നമ്മൾ ഇനി എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളെ നേരിടേണ്ടത് എന്ന പ്രശ്നം വളരെ പ്രസക്തമാകുന്നത്. നമുക്ക് വേണമെങ്കിൽ മുട്ടിലിഴയാം, നമുക്ക് വേണമെങ്കിൽ ക്ഷമാപണ സ്വരത്തിൽ സംസാരിക്കാം. ഇവർ പറഞ്ഞതുപോലെ ഞങ്ങൾ അതൊന്നുമല്ല ഇതൊന്നുമല്ല എന്ന് പറയാം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ രീതിയിലുള്ള കുമ്പസാരങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തർ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ അൽഫിത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒന്നും ആൾക്കാരല്ല, ഞങ്ങൾ പഴയ മദ്രസൻ്റെ ആൾക്കാരാണ്. അൽഫിത്രയിൽ നിന്ന് ഇവരുടെ പ്രോപ്പഗണ്ട മദ്രസയിലേക്ക് എത്താൻ ദിവസങ്ങളുടെ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഈ സാധുക്കൾക്ക് അറിയൂല. ഇവരെ വിചാരം ഇവർ മദ്രസന്റെ ഓരത്ത് കയറി നിന്നാൽ ഈ പെരും മഴയെന്ന് അവർ രക്ഷപ്പെടുന്നതാണ്. ഇപ്പൊ നോക്ക്, നമ്മൾ PS സ്കൂളുകളല്ലല്ലോ, അറബിക് കോളേജുകളാണ് ഇപ്പൊ കേരളത്തിലെ പ്രശ്നം. അറബിക് കോളേജുകൾ ശരിക്കും ഇവിടുത്തെ എന്ത് പ്രശ്നമാണ്? ആരാണത് പ്രതീക്ഷിച്ചത്? അറബിക് കോളേജുകളിൽ ഭീകരവാദം പഠിപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ സർക്കാർ ചെലവിൽ മതം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത്, ഒരു കോടതിയിൽ കേസിന് പോകുന്ന സമയത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന അതേ ആരോപണം വേറെ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്നു. അവിടെ പോലും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഇതിലൊന്നും പെട്ടവരല്ല, ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ടെക്സ്റ്റിലേക്ക് റെഫർ ചെയ്യുന്നവരല്ല, ഞങ്ങൾ സലഫികളല്ല എന്ന് പറയുന്നതോടുകൂടി പ്രശ്നം തീരുമെന്നാണ്. പക്ഷേ ഇങ്ങനെ നിരന്തരമായി വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊതുബോധം, ആ പൊതുബോധത്തിന് നമ്മൾ അൽഫിത്ര തുടങ്ങണം എന്നില്ല, നമ്മൾ PS സ്കൂൾ തുടങ്ങണം എന്നില്ല, നമ്മൾ അറബിക് കോളേജ് തുടങ്ങണം എന്നില്ല, നമ്മൾ മദ്രസ തുടങ്ങണം എന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അൽഫിത്രയിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, PSൽ എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് അവരുടെ പ്രശ്നം, ഇസ്ലാമിക വിദ്യാഭ്യാസമാണ് അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ തന്നെയാണ്, ഇസ്ലാമിൻ്റെ പേരാണ്, ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്, അതെല്ലാമാണ്. അത് ആ രീതിയിൽ പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നാളെ പ്രശ്നം വേറെ ആയിരിക്കും. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 സമയം നമസ്കരിക്കുന്നത് ഭീകരവാദമായിരിക്കും. കുറച്ചുകൂടി നമ്മൾ പിന്നെ ഇപ്പോൾ തന്നെ എന്താണ് താടി ഉണ്ടാകാന്ന് പറഞ്ഞാലും തട്ടുണ്ടാകാന്ന് പറഞ്ഞാലും വെടിവെച്ച് കൊല്ലപ്പെടാനുള്ള ന്യായമാണ് എന്ന് നമ്മുടെ പൊതുബോധം അംഗീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവാണ്. അവിടെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം, നമ്മുടെ സംസാരം എന്തായിരിക്കണം? മുമ്പ് ഒരാൾ പിന്നെ തമാശയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഓൺലൈൻ പത്രത്തിൽ മുസ്ലിങ്ങളെല്ലാം അറബി വൽക്കരിക്കപ്പെടുന്നു, അവർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്, മലയാളത്തിലൊന്നല്ല അഭിസംബോധന നടത്തുന്നതെന്ന് പറഞ്ഞാൽ നാളെ ഈ മുസ്ലിം ലിബറലുകൾ ഫേസ്ബുക്കിൽ എഴുതുക, അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അസ്സലാമു അലൈക്കും എന്നെന്തിനാ നമ്മൾ പറയുന്നത്? അത് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ലേ, അതിന് അറബി അക്ഷരങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അവർ ചോദിച്ചേക്കും. അവിടെ അവർ മനസ്സിലാക്കാത്ത കാര്യം, അങ്ങനെ അവർ സുരക്ഷിതരാകാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സമാധാനമാണ് ആശംസിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ദൈവം ഏതാണ്? ആ ദൈവം ശ്രീരാമനാണോ ശ്രീകൃഷ്ണനാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ സ്വീകരിച്ചുകൂടാ എന്ന് ചോദിക്കുവാൻ പാകപ്പെട്ട് നിൽക്കുന്ന ഒരു വളരെയധികം മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഏറ്റവും ഭീകരമായ തലങ്ങളിലേക്ക് പോയിട്ടുള്ളൊരു പൊതുബോധം. ആ പൊതുബോധം മതനിരപേക്ഷതയുടെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം, ആ പൊതുബോധം ഇടതുപക്ഷ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം, ആ പൊതുബോധം ജനാധിപത്യത്തിന്റെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് അതിനെ സെല്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആർജവത്തോടു കൂടി പ്രഖ്യാപിക്കാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത്. ഇവിടെ ഈ നേരത്തെ കുട്ടികൾ അവതരിപ്പിച്ച നമ്മുടെ സ്കിറ്റിൽ പറഞ്ഞതുപോലെ ഇതൊരു വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. ഇവർക്ക്
തീർച്ചയായും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന അവരുടെ മനസ്സിലുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ അവർ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയിൽ സവർണ അധീശത്വം പുലരുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ പുനഃസൃഷ്ടിയിൽ മുസ്ലിങ്ങളും ദലിതുകളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം എന്താകണമെന്ന തീരുമാനം അവർക്കുണ്ട്. പക്ഷേ ആ തീരുമാനങ്ങൾ മുഴുവൻ പൊളിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയുടെ ബലത്തിലാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്നും ആ ഭരണഘടനയെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നും ഇവിടെ പീസ് നടത്തുന്നതിനോ അൽഫിത്ര നടത്തുന്നതിനോ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിനോ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനോ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കുന്നതിനോ ഒന്നും നമ്മുടെ ഭരണഘടന ഒരു നിലക്കും തടസ്സം നിൽക്കുന്നില്ല എന്നും ആ ഭരണഘടനയ്ക്ക് ശവക്കച്ച തയ്യാറാക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ നാടിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളാണിത് എന്ന് മനസ്സിലാക്കി മതവ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നും തിരിച്ചറിയേണ്ടവരാണ് നമ്മളെല്ലാം. അതിൽ സുന്നി ഉണ്ടാകണം, മുജാഹിദ് ഉണ്ടാകണം, ജമാഅത്തുകാരനുണ്ടാവണം, അതിൽ തബ്ലീഗുകാരനുണ്ടാവണം, അതിൽ ഹിന്ദു ഉണ്ടാവണം, ക്രിസ്ത്യാനി ഉണ്ടാവണം, കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാകണം. പക്ഷേ ഫാഷിസം ഇപ്പോൾ ഇന്ത്യയിൽ ഫാഷിസം തേർവാഴ്ച നടത്തുമ്പോൾ അതിലുള്ള ഏറ്റവും അപകടകരമായ തലം ഇന്ത്യ ഇസ്ലാമോഫോബിക്കാണ് എന്നതാണ്. ഇന്ത്യ ഇസ്ലാമോഫോബിക്കാണ്. ആ ഇസ്ലാമോഫോബിക്കായ ഇന്ത്യയിലാണ് ഫാഷിസം അതിൻ്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമോഫോബിക്കായ ഇന്ത്യയിൽ സെക്കുലറിസത്തെ ഫാഷിസത്തിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നു, മതനിരപേക്ഷതയെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നു, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഏത് പ്രോപ്പഗണ്ടയെയും വിശ്വസിപ്പിക്കാൻ കഴിയുന്നു. അവിടെ മതനിരപേക്ഷതയുടെ പക്ഷത്തുള്ള ആളുകൾ പോലും അവർ ഫാഷിസത്തിന്റെ വായ്ത്താരി ഏറ്റെടുക്കുന്നു. അത് ആഗോള സാമ്രാജ്യത്വം ഇവിടെ നിർമ്മിച്ചു വെച്ചൊരു കാലാവസ്ഥ. ആ കാലാവസ്ഥ ഇന്ത്യ കൂടി അനുഭവിക്കുന്നത് കൊണ്ട് ഫാഷിസത്തിന് എളുപ്പത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഫാഷിസത്തിന്റെ പ്രോപ്പഗണ്ട ഓരോന്നായി ആക്രമണങ്ങളുടെ പുതിയ മുഖങ്ങൾ പുറത്തെടുക്കുമ്പോൾ ആ മുഖങ്ങൾ കണ്ട് പേടിക്കുകയും ഭയക്കുകയും ഇതിനെല്ലാം ഞങ്ങളെതിരാണ് എന്ന് പറയുകയുമല്ല, മറിച്ച് നിങ്ങൾ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ശത്രുക്കൾ, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന ഐക്യകണ്ഠേന പറയാനും ഇത്തരം ആരോപണങ്ങൾക്ക് മുന്നിൽ ഐക്യത്തോടുകൂടി നിലനിൽക്കാനും ഇന്ത്യക്കാരെന്ന നിലയിൽ ഇസ്ലാമോഫോബിയയുടെ പനിയിൽ നിന്ന് മുക്തമായി ഇത്തരം സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം വേണ്ടി നിലകൊള്ളാനുമാണ് നമുക്ക് കഴിയേണ്ടത്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.